ഇങ്ങോട്ടേക്ക് നോക്കൂ, നമ്മുടെ പുതിയ വീട്. എനിക്ക് ഇവിടെ വീച്ച് വളർന്ന് നിൽപ്പുണ്ട്, നമുക്കിതൊന്ന് പൊട്ടിക്കാം. എനിക്ക് വീച്ച് വളർന്ന് നിൽപ്പുണ്ടെന്ന് നമുക്കത് പൊട്ടിച്ച് ഇനി എനിക്കൊരു ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളതിൻ്റെ കയ്യിലിരിക്കണ സ്റ്റോൺസൊക്കെ കണ്ടല്ലോ, എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയോ? ഞാൻ ഒരു സ്ഥലം കൊണ്ട് കാണിച്ചു തരാം. പിന്നെ ഞാനിവിടെ കുറച്ച് അപ്ഗ്രേഡ് ചെയ്ത്, കുറച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ചെന്ന് വെച്ചാൽ ഭയങ്കര കുറച്ച് ഇത്ര അപ്ഗ്രേഡ് ചെയ്തോളൂ. ഇത് ഇവിടെ കുറച്ച് ചെസ്റ്റൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇവിടെ ഒരു മതിലൊക്കെ സെറ്റ് ചെയ്ത്, പിന്നെ ഞാനിത് ഓപ്പണാക്കി ഇട്ടേക്കാന്ന് തന്നെ വിചാരം. ചിലപ്പോൾ ഞാനിവിടെ ഒരു ഡോം ഉണ്ടാക്കും. ഓക്കെ, ഞാനേ എൻ്റെ കയ്യിലിരിക്കണ ഈ സ്റ്റോൺസ് കണ്ട, ഇതെവിടെ നിന്നാണ് ഞാൻ മൈൻ ചെയ്തെടുത്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആ സ്ഥലത്ത് പോട്ടെ, ഞാൻ ഒന്ന് കടന്നുറങ്ങിയിട്ട് ആ സ്ഥലത്ത് പോയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഏകദേശം ഇവിടെ ആയിട്ടായിരുന്നല്ലോ. അയ്യോ ആരാ സ്കെൽട്ട് അവിടെ നിന്നാണ്ടോ പിടിച്ച് ഇവിടെ ഇട്ടായിരുന്നു. അതെ ഇവിടെ ഒരു ഇത് ഇരിപ്പുണ്ട്, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇരിപ്പുണ്ട്, ഇവിടെ 3 ഫർണേഴ്സ് ഇരിപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും ഉണ്ട്, നമുക്ക് ഇതും കൂടെ എടുത്തേക്കാം. ഇനിയും ഒരു സ്റ്റാക്കും കൂടെ ഉണ്ട്, നമുക്ക് വച്ചേക്കാം ഇവിടെ. ഓക്കെ, ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ നമ്മുടെ വീടിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഞാൻ അവിടെ സ്റ്റെയർസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും ഞാൻ ചുമ്മാ ഈ സൈഡിലേക്ക് ഇറങ്ങി ഒന്ന് നോക്കിയത്. ഇവിടെ കുറേ സോംബീസിൻ്റെ സൗണ്ട് ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കിയപ്പോഴേക്കും ദേണ്ടിരിക്കണം. ഇതാ സംഭവം എന്ന് പറയും. അവൻ നമ്മുടെ പുറകെ ഫോളോ ചെയ്ത് വന്നിരിക്കണം. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് അത് കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, നിങ്ങൾ ഓർക്കണ്ടെന്ന് പറഞ്ഞോളൂ. ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ കേവ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണം. സുനിയണ്ണൻ മാസാണ്, അത്രയ്ക്കും ഇല്ലെങ്കിലും ബട്ട് സുനിയണ്ണൻ ഓൾവേസ് മാസ്. ദീപനും കയറായിരുന്നല്ലേ. ഓ, ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാനിങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തേടപ്പേര നടക്കാല്ലാതെ ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല. കുറച്ച് എക്സ്പി കിട്ടും അങ്ങനെ ഒരു ബോൺ. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഏകദേശം ഇവിടെ ഇട്ടായിരുന്നു. അതെ, ഈ ഭാഗത്തുണ്ടല്ലോ, ഞാനിവിടെ ഇപ്പോൾ ടോർച്ച് വെച്ചതാണ്. ഞാനിപ്പോൾ ഈ ടോർച്ച് പൊട്ടിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഫുള്ളും കീപ്പറും എന്താണ് സ്കെൽട്ടൺസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാനിപ്പം എൻ്റെ കയ്യിലിരിക്കണ ഈ ബോണും പിന്നെ ഈ ഗൺ പൗഡറും ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും തമ്മി തല്ലിപ്പിച്ച് ഉണ്ടാക്കിയത്. അതായത് ഞാനിപ്പോൾ ഇവിടെ നിൽക്കണേന്ന്, ഞാൻ അങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും ഇവിടെ കുറേ സോംബീസും ക്രീപ്പേഴ്സൊക്കെ നിൽക്കണം. ഞാൻ പേടിച്ചു പോയിട്ട് സ്കെൽട്ടൺ എൻ്റെ ദേഹത്ത് കമ്പിട്ടു, പക്ഷെ കൊണ്ടത് വേറൊരു സ്കെൽട്ടൻ്റെ ദേഹത്തേക്ക്. അങ്ങനെ അവർ തമ്മിൽ അടിയായി അവസാനം എല്ലാവരും ചത്ത്. അങ്ങനെയാണ് എല്ലാവരും ചത്തത്. അവൻ നമ്മളെ തപ്പിപ്പിടിച്ച് അടിയിലേക്ക് വന്നേക്കാണ്. ഏതാന്ന് നമ്മുടെ വീടിൻ്റെ അടിയിൽ തന്നെ. നമുക്ക് അത് വേണമെങ്കിൽ വല്ല റൂമും വല്ല വെക്കാം. ഞാൻ ഇത്രയും നേരം വരെ ചെയ്തിട്ട് ആകെ എനിക്ക് 2 വീറ്റും 4 പൊട്ടറ്റോ കിട്ടിയുള്ളൂ. അതെന്താന്ന് പറഞ്ഞൂടാ, ഞാൻ അത്രയും നേരം കുറേ ഒരു അരമണിക്കൂറത്തോളം ആയെന്ന് തോന്നണ് ആ സ്റ്റോൺ അവിടെ വെച്ചിട്ട്. ഞാൻ ഇവിടെ കുറേ ടോർച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം പൊക്കത്ത് സീൽഡ് അല്ലേ, അപ്പോൾ സൺലൈറ്റ് കിട്ടില്ല. അപ്പോൾ ഈ ക്രോപ്സൊക്കെ വളരാണെങ്കിൽ ഇവിടെ കുറേ ലൈറ്റ് വേണം. ഞാനിവിടെ എൻ്റെ ആകെയുള്ള ടോർച്ചും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഫുഡ് എടുക്കട്ടെ. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്ക്ഡ് ഐറ്റംസ് വയ്ക്കാനുള്ള സോൾട്ടാണ്. 3 സാധനം. അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുക്ക്ഡ് ആയിട്ടൊന്നുമില്ല. ഇവിടെ ആയിട്ട് ചിക്കൻ വരും. ഇവിടെ ആയിട്ട് റോ മട്ടൺ വരും. പിന്നെ ഇത് ബീഫ് അതിൻ്റെ ഉള്ളിൽ തന്നെ പോട്ടെ. ഓക്കെ, ഇപ്പം ഇവിടെ കുക്ക്ഡ് ഐറ്റംസും ഇവിടെ റോ ഐറ്റംസും
ഇവിടേക്ക് വരുമ്പോഴേക്കും ഇവിടെ 2 സോൾട്ട് അടുപ്പുണ്ട്. ഇവിടെ നമുക്ക് 2 ബാരൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് വയ്ക്കാൻ പറ്റും, മറ്റേ പോർക്ക് വയ്ക്കാൻ പറ്റും. അത് ഞാനിപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഞാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ മിക്കവാറും പോർക്ക് തന്നെ കഴിച്ച് തുടങ്ങിയത്. എനിക്ക് അങ്ങനെയാണ് എൻ്റെ തോന്നൽ. പോർക്ക് തന്നെ ആയിരിക്കും ഞാൻ കഴിച്ചത്. ഞാനിവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കട്ടെ. എനിക്കെന്താണെന്ന് അറിഞ്ഞൂടാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓഫ്ലൈനിൽ കളിക്കണതാണെന്ന് തോന്നണം. എൻ്റെ സ്കിൻസ് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട്. ഞാൻ സ്റ്റീവ് ഇട്ടിട്ടാണ് കളിക്കണം, പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടാ, പെട്ടെന്ന് മാറണ്. അതെന്താ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നെറ്റിലാണ് കളിക്കണം, പക്ഷേ എന്നാലും സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട്. ഓക്കെ, ഞാനേ ഇതിൻ്റെ പൊക്കത്ത് നമ്മുടെ വീട് അതാണ്ടോ, അത് അവിടെ നിന്നായിരുന്നു നമ്മൾ നേരത്തെ ചാടി അടിയിലേക്ക് വീണ് മരിച്ചത്. സ്വയം മരിച്ചത് തന്നെ, ഞാൻ അറിയാതെ ഒന്നും മരിച്ചതല്ല, സ്വയം മരിച്ചത്. പിന്നെ എനിക്ക് 10 അയൺ കിട്ടി. ഞാൻ ഒരു അയൺ ഇങ്കറ്റ് അവിടെ കണ്ട്, ഞാൻ അത് കുറിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ 1 അയൺ ഇങ്കറ്റ് കണ്ട്. ആ 1 അയൺ ഇങ്കറ്റ് തന്നെ ഞാൻ കുരിച്ച് അടിയിലേക്ക് പോയപ്പോൾ 10 ഇങ്കറ്റായി. അതെന്താണെന്ന് എനിക്കറിഞ്ഞോളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇത് ഉണ്ടാക്കിയിട്ട് എനിക്കൊരു ഡെസേർട്ടും കണ്ടുപിടിക്കണം. അപ്പം അതും കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർക്കണ്ട, ഐ ഹേറ്റ് ക്രീപ്പർ. ഞാൻ ഈ വീട് ഫുള്ളും ഉണ്ടാക്കി കഴിഞ്ഞു. ഇവിടെ പംകിൻ ഫാം ഉണ്ടാക്കി, പിന്നെ ഇവിടെ വാട്ടർമെലൻ അങ്ങനെ ഉണ്ടാക്കി. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയതാ, സോറി, അതിന് ഞാൻ സോറി പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു ഷീപ്പ് ഫാം ഉണ്ടാക്കി, പിന്നെ ഇവിടെ ഒരു ചിക്കൻ ഫാമും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 4 ഫാമും, ഇനി 2 ഫാമും കൂടി വേണം. അത് നമ്മുടെ ബാക്കിലായിട്ട് വരും. ഞാൻ പറഞ്ഞത് ഒരക്ഷരം തെറ്റാതെ ഇതായിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണേന്ന്. ഞാനിവിടെ എൻ്റെ വന്നിട്ട് വീറ്റ് ഇവിടെ വെക്കണേന്ന്. അപ്പോഴേക്കും പുറകെ വന്നിട്ട് ഒരാൾ വന്നിട്ട് പൊട്ടിയേക്കണ്. എൻ്റെ സത്യം പറയാലോ, ഉള്ള ജീവൻ പോയി എനിക്ക്. പിന്നെ ഞാൻ ഒരു ദിവസം ഞാനിങ്ങനെ കയറി വന്ന് പൊക്കത്തേക്ക് വന്ന് നോക്കിയപ്പോഴേക്കും പൊക്കത്തായിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കണ്. ഞാൻ അടിയിലേക്ക് ഇറങ്ങണ സമയം കൊണ്ട് അവൻ അങ്ങനെ പൊട്ടിത്തെറിച്ച് ലാല പാടി എൻ്റെ സാധനങ്ങളും കൊണ്ടേ കളഞ്ഞ് എല്ലാം ചെയ്യിപ്പിച്ച് വെച്ച്. എന്നിട്ട് അവസാനം പൊട്ടനായത് ഞാനും. ഏതാ ഞാൻ പറയണത്, എനിക്ക് ക്രീപ്പറിന് ഇഷ്ടമില്ലാന്ന്. ഞാനിത് കാണിച്ചു തന്നിട്ട് ഞാൻ റിപ്പയർ ചെയ്ത് തന്നിട്ട് നിങ്ങളെ ഞാനിനി വീട് ഫുള്ളും കാണിക്കും. ഗൈസ്, ഇതാണ് എൻ്റെ ബെഡ്റൂം. ഇവിടുത്തെ പണി തീർന്നിട്ടില്ല. ഇവിടെ കുറച്ച് സ്ലാബും കൂടി വെക്കാനുണ്ട്. ഞാൻ വെക്കണ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിന്നാണ് ഞാൻ ഇവിടേക്ക് ഉണ്ടാക്കണ ബിൽഡൊക്കെ കാണാൻ പോണത്. ഇവിടെ നമ്മുടെ കേവ് ഉണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ വില്ലേജും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്നും ചാടി നോക്കുവാണെങ്കിൽ നമ്മുടെ ചെക്കന്മാരെയൊക്കെ കാണാൻ പറ്റും. മൊത്തത്തിൽ പറഞ്ഞാൽ ചില്ലാണോന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനത്തെ ഒരു വീടാണ് ഇത്. ഞാൻ പൊട്ടിച്ചളയണില്ല, ഞാൻ പൊട്ടിച്ചളയാന്നൊക്കെ പറഞ്ഞു, എന്നെ പൊട്ടിച്ചളയാനല്ല. ഞാൻ ഇന്ന് കുറേ ദൂരം പോയിട്ടാണ് ഈ സാൻഡ് കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ട സാധനമാണ് ഇത്. ഞാൻ റെൻഡർ ഡിസ്റ്റൻസ് നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് ഞാൻ എൻ്റെ വീട് എവിടെയാണെന്ന് നോക്കി. അപ്പോൾ ഇത് ഇങ്ങനെ പൊങ്ങിക്കണോണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ഇത് ഡയറക്ഷൻ മേക്കറും കൂടിയാണ്. ഇതെന്തിനാ 3 ബെഡെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഇവിടെ എന്തിനാ 2 ചെസ്റ്റ് എന്ന് ചോദിച്ചാൽ അത് എൻ്റെ അടുത്ത് ചോദിക്കരുത്. എനിക്ക് കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ വെച്ചു. നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയറും ചെയ്യണം. ഷെയർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എൻ്റെ വീഡിയോ എത്തുകയുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കിടക്കുക. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ കിടന്നുറങ്ങിയിട്ട് നേരെ അടിയിലേക്ക് വന്ന് വീണ്. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ നോക്കിയപ്പോൾ ഇതൊക്കെ ശരിയായി കിടക്കണ്. ഇന്നലത്തെ പോലെ പറ്റിക്കാണോന്ന് ചോദിച്ചാൽ ആണ്. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണത്.
പിന്നെ നിങ്ങൾ വിചാരിക്കണ്ട ഹീറോ ബ്രെയിന് എന്നെ സഹായിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് അതെന്താണ് ഹീറോ ബ്രെയിൻ വന്ന് എനിക്ക് ഇതൊക്കെ ശരിയാക്കി തരുമെന്ന്. പൊട്ടന്മാരാണോ നിങ്ങൾ? ഞാൻ വെച്ച് പൊട്ടിക്കാം. ഓക്കെ, പൊട്ടിക്കാം പൊട്ടിക്കാം പൊട്ടിക്കാം. ഓക്കെ, ചിലതിൽ മാത്രം കൂടുതലിട്ട് ചിലതിൽ കുറച്ച് കിട്ടും. ഞാൻ ഫസ്റ്റ് ഇവിടെ കൊണ്ട് നിറയ്ക്കും. ഇവിടെ നിറഞ്ഞ് കഴിയുമ്പോഴേക്കും കറുത്ത് കിട്ടണം കേട്ടോ. ഇവിടെ നിറഞ്ഞ് അറിയുമ്പോഴേക്കും ഞാൻ നേരെ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഞാൻ ഇപ്പം ഇത് സീഡും ഫുഡും കൂടിയല്ലേ. അപ്പം എനിക്ക് കിട്ടണതിൻ്റെ പാതി ഇതിൽ വയ്ക്കും, പാതി ഇതിൽ വയ്ക്കും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സീഡ് വയ്ക്കും, ഇവിടെ ഫുഡ് ഐറ്റംസ് വയ്ക്കും, ഇവിടെ റോ ഫുഡ് ഐറ്റംസ് വയ്ക്കും, ചിക്കൻ കാര്യങ്ങളൊക്കെ റോ ഫുഡ് ഐറ്റംസ്, ഇവിടെ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വയ്ക്കും. പിന്നെ ഞാൻ ഇവിടെ ആയിട്ട് ചിക്കൻ്റെ അവിടെ ചിക്കൻ നമുക്ക് എന്തൊക്കെ തരുമോ അതൊക്കെ ഞാൻ വയ്ക്കും. ഇവിടെ എഗ്ഗ് ഇതൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഒരു കുറവും വരുത്തുന്നില്ല. പക്ഷെ വായൊക്കെ കൊരാന്ന് ഇരിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് പനി ഉണ്ടായിരുന്നു. ഇപ്പോൾ പനി ചെറുതായിട്ട് മാറി പനിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അധികം നിങ്ങളെ കാണിക്കാതെ തന്നെ ചെയ്തത്. ഞാൻ ഇവിടെ ഇത് വെച്ചിട്ട് ഇവിടെ കുറച്ച് സ്ലാബ് വയ്ക്കണം. നമ്മളിങ്ങനെ കയറി വന്ന് ഇങ്ങനെ നേരെ കയറി വരുമ്പോൾ ബോറായിരിക്കും, പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ബോറായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് സ്ലാബ്സ് വെച്ചിട്ട് നിങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യാം. പ്രജകളെ കാൽക്കാൻ സുനിയണ്ണൻ വരുന്നു. പ്രജകളെ, ഈ ലോകം കാൽക്കാൻ സുനിയണ്ണൻ എഴുന്നള്ളിയിരിക്കുന്നു. എവിടെ എൻ്റെ പ്രജകൾ? പ്രജകളെ, ഈ ലോകം നിങ്ങൾക്കും സ്വന്തം, എനിക്കും സ്വന്തം. ഇനി ഈ മലനിരകൾ നമുക്ക് സ്വന്തം. ഇനി ഈ ലോകത്ത് വേറെ ആർക്കുമില്ല ഈ ലോകം. ഇത് ഞങ്ങളുടെ ലോകം. Let's go.